ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വെജിറ്റബിൾ സമോസയാണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സമോസ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള ഒരെണ്ണം ചോപ്പ് ചെയ്തത്, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരെണ്ണം, അരക്കപ്പ് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സമോസ ഷീറ്റാണ്. ആദ്യം നമുക്ക് സമോസ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മൈദാമാവ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് സമോസയുടെ സൈഡ് വശം ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് സമോസയുടെ ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ സമൂസയ്ക്ക് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ തയ്യാറാക്കാം. അതിനായിട്ട് ഷീറ്റ് കോൺ ഷേപ്പിൽ മടക്കുക. അതിനുള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഷീറ്റിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന മാവ് തേച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ മാവ് തേച്ച് കൊടുക്കുന്നത് സമൂസ മടക്കുമ്പോൾ അതിൻ്റെ സൈഡ് വശമെല്ലാം നന്നായിട്ട് ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഷീറ്റിൻ്റെ സൈഡിലെല്ലാം നന്നായിട്ട് മാവ് തേച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇങ്ങനെ മടക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ആദ്യം നമ്മൾ ഷീറ്റ് കോൺ ഷേപ്പിൽ മടക്കുക. അതിനുള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക.
അതിനുശേഷം ഷീറ്റിൻ്റെ സൈഡിൽ മൈദാമാവ് വെച്ച് കൊടുക്കുക. എന്നിട്ടിത് മടക്കിയെടുക്കാം. നമ്മളിപ്പോൾ രണ്ടാമത്തെ സമൂസയും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കാം. സമൂസ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ സമൂസയായി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ വേണം നമ്മൾ സമൂസ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഒരു സൈഡ് ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് തിരിച്ചിട്ടപ്പോൾ തന്നെ സമൂസയുടെ കളറൊക്കെ മാറി ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പം നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. താങ്ക്